ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളെ കാണാൻ വരുന്ന പലരും പറയുന്ന ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ കടം അങ്ങോട്ട് ഒഴിയണില്ല, വീട്ടിലെപ്പോഴും ബാധ്യതകൾ തന്നെയാണ്. ഒന്നിനും പണം അങ്ങോട്ട് മിച്ചം പിടിക്കാൻ പറ്റണില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് കരുതി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അന്നേരം ഒരു അത്യാവശ്യം വന്നിട്ട് ആ പൈസ എല്ലാം പോകും. അല്ലെങ്കിൽ വീട്ടിലെ ഒരു ഉപകരണം എന്തെങ്കിലും നശിച്ചു പോകും. കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് വന്നിട്ട് ഈ നീക്കി വെച്ചിരിക്കുന്ന ഇത്തിരി കാശ് ആ വഴിക്ക് അങ്ങോട്ട് ചിലവാകിപ്പോവും. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു. പ്രധാന വിഷയം കടമുള്ളത് മാത്രമല്ല, ഈ കടം അങ്ങോട്ട് വീട്ടാനും പറ്റണില്ല. ഈ കടം അങ്ങോട്ട് പെരുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒരു മനുഷ്യന് എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഈ കടം വരുന്നത് അത്ര പുതിയ കാര്യമല്ല അത്. കാരണം മനുഷ്യരാകുമ്പോൾ ചിലയിടത്തു നിന്ന് ചില ആവശ്യങ്ങൾക്കൊക്കെ ലോൺ എടുക്കുകയും EMI ഒക്കെ ഇട്ടെടുക്കുകയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവർക്കും എല്ലാ കാര്യത്തിനും പൈസ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആ കടം വീട്ടും. പിന്നെ ചിലപ്പോൾ നല്ല നിലയിലൊക്കെ നമുക്ക് പിന്നീട് മാറി വരാനൊക്കെ പറ്റാറുണ്ട്. എങ്കിലും അനാവശ്യമായിട്ടുള്ള ബാധ്യതകൾ വരുത്തി വയ്ക്കുന്നതിന് ഞാൻ എപ്പോഴും എതിർപ്പ് പറയാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, പുതിയൊരു മൊബൈൽ ഇറങ്ങിയാൽ അത് മേടിക്കണം. ഏതെങ്കിലും കാര്യമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ EMI ഒക്കെ ഇട്ട് മേടിക്കാൻ തോന്നിയാൽ അപ്പോൾ തന്നെ അതങ്ങോട്ട് മേടിക്കുക. അനാവശ്യമായിട്ടുള്ളൊരു ദൂർത്തും ചിലവുകളും. ഒരു കുഞ്ഞിൻ്റെ പിറന്നാൾ വരിക, പിറന്നാൾ അതായത് ജനിച്ച നക്ഷത്രം ആഘോഷിക്കും. അത് കഴിഞ്ഞിട്ട് ബർത്ത്ഡേയും ആഘോഷിക്കും. നമ്മളൊക്കെ ചെയ്യലുണ്ട്. പക്ഷേ അങ്ങനെ രണ്ടെണ്ണവും വലിയ ആഘോഷമാക്കാതെ ഒന്നൊരു ക്ഷേത്രത്തിലൊക്കെ പോയുള്ള ചടങ്ങുകൾ ചെയ്യുകയും അടുത്തതൊരു ആഘോഷമായിട്ട് നിങ്ങൾ നടത്തിക്കോളൂ. അപ്പം അത്രയും ദൂർത്ത് വരില്ല. പക്ഷെ ഒരു കുട്ടിയൊക്കെ ഉള്ളിടത്ത് എല്ലാവർക്കും വലിയ ആഗ്രഹമാണ് അവനവൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കണം. അതൊക്കെ മാറ്റിവെക്കാൻ മനസ്സ് തോന്നില്ല, അത് വേറൊരു കാര്യം. രണ്ടാഘോഷത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരാഘോഷം കുഞ്ഞിന് വേണ്ടി നടത്തിക്കൊള്ളൂ. ഒന്ന് എന്ത് ചെയ്യണം, നമുക്ക് ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുതിട്ട് അവിടെ എന്താ വെച്ചാൽ ശക്തിക്കത്ത വഴിപാടുകളൊക്കെ നടത്തി അന്നദാനമൊക്കെ നടത്തി അങ്ങനെ പോകാം. അത്രയും പോരെ. പക്ഷെ രണ്ടിടത്തും ആഘോഷങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ സന്തോഷമൊക്കെ തന്നെയാണ്. പൈസ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മളൊക്കെ അത് ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെയാണ്? അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും വരുന്ന ബാധ്യതകൾക്കൊരു പങ്ക് നമ്മൾക്കുണ്ട്. ആ ഒരു പങ്ക് നമ്മൾ തന്നെ മാറ്റണം. നമ്മളുടെ സാമ്പത്തിക വിനിമയ ശേഷി, നമ്മുടെ വരവ് ചിലവ് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മളൊരു പരുവപ്പെടണം. എന്നാൽ ഇതെല്ലാം ചെയ്തിട്ടും ചില വ്യക്തികൾക്ക് ഒരുപാട് കടം വന്നുകൂടുന്നു. പല കാര്യങ്ങളും ഉണ്ട്. അവരുടെ ദശാപരമായിട്ടുള്ള ദോഷമായിരിക്കാം. ചിലപ്പോൾ അവരുടെ ജാതകത്തിൽ തന്നെ 5ൻ്റെ കാശ് നിൽക്കാത്ത കാര്യമായിരിക്കാം. ചിലർ ഓട്ടക്കൈ എന്നൊക്കെ പറയില്ലേ, ആ ഓട്ടക്കൈ എന്ന് പറയുന്ന കാര്യമായിരിക്കാം. ചിലർക്ക് പണം കിട്ടിയാൽ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ചിലർക്ക് ഭാഗ്യം ഉണ്ടാവില്ല. ചിലർക്ക് രാഹുകേതുക്കളുടെ പ്രശ്നമായിരിക്കും. ചിലർക്ക് ലക്ഷ്മി വാഴാത്ത കാര്യമായിരിക്കും. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഓരോ തരത്തിലിങ്ങനെ വ്യക്തികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കും. ഇതിനു പുറമെയാണ് ചില ചെയ്യുകൾ നമ്മളെ നന്നാവുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ചില വ്യക്തികൾ തൊഴുത് പ്രാഗികളെയും ചിലപ്പോൾ അവർ ചില പ്രതിക്രിയകളൊക്കെ ചെയ്തേക്കാം. അതൊക്കെ കാരണം നമ്മുടെ സാമ്പത്തിക നില അങ്ങോട്ട് തകർന്ന് തരിപ്പണമാവണ അവസ്ഥ എന്തൊക്കെയോ. അപ്പോൾ ഇതെങ്ങനെയാവട്ടെ, നിങ്ങൾക്ക് ബാധ്യതകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന അവസ്ഥയുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിക്കുകയാണെങ്കിൽ അതിന് കടിഞ്ഞാണിടാനുള്ളൊരു മാർഗമാണ് ഞാനിവിടെ പറയുന്നത്. നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് നമ്മൾ ചില കാര്യങ്ങൾ ഈശ്വരാധീനം കൊണ്ട് ചെയ്യേണ്ടി വരും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാരമ്പര്യമായിട്ട് നമ്മുടെ തറവാട് ഗൃഹങ്ങളിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും അത് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുന്നോളം സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയോ ഒരു ചോർച്ച തുടങ്ങിയപ്പോൾ അവർ ഈ കർമ്മം ചെയ്യും. 21 ദിവസമാണ് ഇത് ചെയ്യേണ്ടത്. 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മേലൊരു കടിഞ്ഞാൻ വീഴും. പിറ്റേ ദിവസം കടം മാറി എന്നൊന്നും പറയുന്നില്ല. പക്ഷെ പതിയെ അത് തൊട്ട് അവർക്ക് സാമ്പത്തികം മെച്ചം പിടിക്കാൻ പറ്റും. കടം കുറച്ചുകൊണ്ട് വരാനുള്ള അവസ്ഥകൾ വന്നു ചേരും. ജോലിയിൽ ഉയർച്ച വന്നു കൂടും. നഷ്ടമായി പോയ പലതും തിരികെ പിടിക്കാൻ പറ്റും. അങ്ങനെ നമ്മളിതൊരു വർഷത്തിൽ 2 വട്ടം ചെയ്യണം. 6 മാസത്തിൽ ഒരിക്കലെന്ന മട്ടിൽ 2 വട്ടം ചെയ്യാം. ഇപ്പോൾ ഇത് കടം വന്നു കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ അല്ല കേട്ടോ. ഈ കടം എന്ന് പറഞ്ഞാൽ ഒരാളുടെ കുത്തകയൊന്നും അല്ല.
എത്രയോ നല്ല സ്ഥാനത്തിരുന്ന് ബാധ്യതകൾ കൂടി നിൽക്കലുകളുള്ള നിക്കക്കള്ളിയില്ലാത്ത എത്രയോ മനുഷ്യരെ നമുക്ക് നേരിട്ട് കാണുന്നുണ്ട്. നമ്മുടെ അടുത്ത് അസ്ട്രോളജി സംബന്ധമായി അവർ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ പണമുണ്ട്, നാളെ ഒരു കാലത്ത് ഉണ്ടാവാതിരിക്കാം. നാളെ ഒരു കാലത്ത് പണം ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കേണ്ട. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ ഒന്നുമില്ല, പക്ഷെ നമുക്കത് വീട്ടിൽ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. അതിനുള്ള പാരമ്പര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഈ ഉപ്പ് ദീപം എന്നുള്ള രീതിയിലുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ലവണത്തിൻ്റെ എല്ലാത്തരം നെഗറ്റീവുകളെയും വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ, അനുകൂല ഊർജങ്ങളെ പ്രദാനം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള എല്ലാ കാര്യത്തിലും ഉപ്പ് വിഷത്തിനെ വരെ എടുക്കുന്നു എന്ന് നമുക്കറിയാലോ. പച്ചക്കറികൾ പോലും നമ്മൾ ഉപ്പിട്ട് കഴുകിയെടുക്കുന്നത് എന്തിനാ? വിഷത്തെ എടുത്തു മാറ്റാൻ, അത് നീക്കം ചെയ്യാൻ നേരിട്ടുള്ള ഒരു പ്രോസസ്സാണെങ്കിൽ അതിന് സാധിക്കും. ഇത് ഭയങ്കരമായൊരു പ്രയോജനമുള്ള കാര്യമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ പലപ്പോഴും ഉപ്പ് ദീപം തെളിയിക്കുന്നതിനെക്കുറിച്ച് പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ അത് ചെയ്ത് നോക്കിയിട്ട് അത്രയ്ക്ക് ഗുണം ഉണ്ടോ എന്ന് വെച്ചാൽ പലരിൽ എണ്ണാവുന്നവർക്ക് മാത്രമേ ഗുണം ഉണ്ടായിട്ടുള്ളൂ എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാര്യം ഉപ്പ് ദീപത്തിൻ്റെ ശരിയായിട്ടുള്ള ഒരു പ്രോസസ്സല്ല അവർക്ക് പറഞ്ഞു കൊടുക്കപ്പെട്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കർണാടക ഭാഗത്ത് ചെയ്യുന്ന ഒരുവിധ രീതിയുണ്ട്. അത് കുറച്ചുകൂടി ഉത്തമമായിട്ട് കണ്ടിട്ടുണ്ട്. കേരളക്കരയിൽ ചെയ്യുന്ന രീതിയേക്കാൾ കുറച്ചുകൂടി ഊർജ്ജദായകമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 3 ചിമ്മിഴ് അഥവാ 3 മൺചിരാത്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ 3 ഫൈബറിലെ ചിര വരും, അതാണേലും മതി. മൺചിരാതാണ് വളരെ ഉത്തമം. ആ 3 ചിരാത് നമുക്ക് ഇതിന് ആവശ്യം. അതിൽ എള്ളെണ്ണ അഥവാ നല്ലെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിൽ ഓരോന്നുള്ള ഉപ്പിടുക. 3 വിളക്കിൽ ഓരോന്നുള്ള ഉപ്പിടുക. അതിൽ 2 മൺചിരാത് കിഴക്കോട്ട് വെച്ച് തെളിയിക്കുക. 2 മൺചിരാത് കിഴക്കോട്ട് വെച്ച് തെളിയിക്കുക. 1 മൺചിരാത് പടിഞ്ഞാറേക്ക് തിരിച്ചു വെച്ച് തെളിയിക്കുക. അതായത് 3ഉം അതിൻ്റെ പിൻഭാഗം പൂട്ടിമുട്ടി തരത്തിലായിരിക്കണം. 2 മുന്നിലോട്ട്, കിഴക്കോട്ട്, 1 പടിഞ്ഞാട്ടേക്ക്. ഇത് തെളിയിക്കേണ്ട സമയം വൈകുന്നേരം കേട്ടോ. പൂജാമുറിയിലോ അല്ലെങ്കിൽ വീണ്ടും ഉമ്മറത്തോ നമുക്കിത് തെളിയിക്കാം. നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം ആകണം ഈ ഉപ്പുവിളക്ക് തെളിയിക്കേണ്ടത്. നിലവിളക്ക് തെളിയിക്കാതെ ലക്ഷ്മിയെ ആവാഹിച്ചിരുത്താതെ, അതായത് നിലവിളക്ക് തെളിയിക്കുമ്പോൾ ഭഗവതി അതിൽ എഴുന്നള്ളിക്കൊള്ളും. പ്രത്യേകിച്ച് പൂജാതി വിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയും അതിലെ ഭഗവതി വന്നോളും. അപ്പോൾ അങ്ങനെ ഭഗവതി ആസനസ്ഥയായി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ ഉപ്പുദീപം തെളിയിക്കേണ്ടത്. ഒന്നുകൂടി പറയാം. 2 കിഴക്കിലേക്കും 2 പടിഞ്ഞാറ്റേക്കും. അപ്പോൾ 3 എള്ളെണ്ണ ഒഴിച്ച് ഉപ്പിട്ട് തെളിയിച്ചു. ഇനി നമ്മൾ പടിഞ്ഞാറ്റേക്കിരിക്കുന്ന ആ ഒരു വിളക്കിന് മാത്രം ഒരു നുള്ളു മഞ്ഞൾ കൂടി ഇടുക. 3ഉം തെളിയിച്ചതിന് ശേഷം പടിഞ്ഞാറേക്കിരിക്കുന്ന വിളക്കിൽ ഒരു നുള്ള് മഞ്ഞളും കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ട് ജപിക്കുക. സന്ധ്യാദീപ മന്ത്രങ്ങൾ എന്തൊക്കെയാണ് അറിയാച്ചാൽ അതൊക്കെ ജപിക്കുക. അത്രയേ വേണ്ടൂ. ഇങ്ങനെ 21 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് വിശ്വാസപൂർവ്വം ഭക്തിപൂർവ്വം തെളിയിച്ചാൽ നമ്മുടെ കടബാധ്യതകളൊക്കെ കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള മാർഗ്ഗമാണ് ഈ പ്രകൃതി തന്നെ കാട്ടിത്തരും. മഹാമായ തന്നെ കാട്ടിത്തരും. അതായത് ഞാൻ വീണ്ടും പറയുന്നു, തെളിയിച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്കെല്ലാ കടം വീട്ടി വരും എന്നുള്ള ഒരു വാഗ്ദാനം ഒന്നും ഞാൻ തരുന്നില്ല. ചിലരൊക്കെ അങ്ങനെ പറഞ്ഞേക്കാം, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു 6 മാസം 1 വർഷമൊക്കെ കഴിഞ്ഞാൽ ഇവർ സ്വസ്ഥാനത്തേക്ക് എത്തിയത് എത്രമാത്രം തെളിവുകളുണ്ട് എന്ന് നമ്മുടെ മുന്നിലുണ്ടെന്നറിയാമോ? എത്രമാത്രം പേര് അവർ എങ്ങനെ ഭക്തി പുരസ്സരം ചെയ്തപ്പോൾ അവർക്ക് വലിയ മാറ്റം വന്നു. പിന്നെ ഒരു കാര്യം, നല്ല പ്രയോജനം 21 ദിവസത്തെ വരെ ഞാൻ പ്രയോജനം ഉണ്ടാവുമല്ലോ, പകരം 41 ദിവസം തെളിയിച്ചേക്കാം എന്നൊക്കെ പറയുന്നവരുണ്ട്. ഞാൻ 108 തെളിയിച്ചേക്കാം എന്ന് പറഞ്ഞ് ആരും അങ്ങോട്ട് തെളിയിക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് 21 തെളിയിച്ചിട്ട് പിന്നെ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും 21 തെളിയിക്കുക. ഇനി തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ മുടക്കം വന്നു പോവാം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഒന്ന് തുടങ്ങണോ എന്നൊരു സംശയം. ഒറ്റ ദിവസമാണ് മുടങ്ങിയതെങ്കിൽ പ്രോബ്ലം ഇല്ല, നിങ്ങൾക്കത് അടുത്ത ദിവസം മുതൽ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ 2 ദിവസം തുടർച്ചയായിട്ട് മുടങ്ങിയാൽ നമ്മൾ ഒന്നൊന്ന് തെളിയിച്ച് വരേണ്ടി വരും. അപ്പോൾ അത്
20ാമത്തെ തെളിയിച്ചിട്ട് 21ലാണ് 2 മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നേന്ന് തെളിയിച്ച് വരേണ്ടി വരും. ഇപ്പോൾ ഒരാൾ തന്നെ ഇത് തെളിയിക്കണമെന്നില്ല കേട്ടോ. വീട്ടിലുള്ള മറ്റൊരാൾക്കും ഒന്നും വേണമെങ്കിലും ഇത് തെളിയിക്കാവുന്നേ ഉള്ളൂ. ചിലപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീജനത്തിന് അശുദ്ധിയോ മറ്റോ വന്നാൽ പൂജാമുറി പ്രവേശിക്കാൻ പറ്റില്ല. അവിടുത്തെ ഗൃഹനാഥനോ കുട്ടികൾക്കോ ആർക്കെങ്കിലും അത് തെളിയിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും വർഷത്തിൽ 2 വട്ടമെങ്കിലും നിങ്ങൾ ഇപ്രകാരം ചെയ്യണം. വളരെ ഗുണകരമായിരിക്കും. ഒരുപാട് പേര് ഇതിൻ്റെ അനുഭവസ്ഥരായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ദേവിയുടെ ധനലക്ഷ്മിയുടെ എല്ലാ കടാക്ഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരറിവ് നിങ്ങൾക്ക് പകർന്നു തന്നത് ഈ ഒരറിവ് പകർന്നു തന്നത് കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റാൾക്കാരിലേക്ക് നിങ്ങളും ഇത് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരിലേക്ക് എത്തിക്കാനാണ്. കടബാധ്യതകൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഇത് പകർന്നു കൊടുക്കുക. നിങ്ങളിത് ഷെയർ ചെയ്യുക. ആ രീതിയിൽ അങ്ങ് പകർന്നു കൊടുക്കുക. അവർക്ക് കൂടെ നേട്ടം ഉണ്ടാവട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ. ഒരു 21 ദിവസം നിങ്ങളിത് ചെയ്താൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കടബാധ്യതകളുടെ കുരുക്കഴിഞ്ഞ് പോകും. ഇതൊരു വെറും വാക്കല്ല കേട്ടോ. ഇതൊക്കെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയൊരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. നമ്മൾ പറഞ്ഞ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഒരുപാട് ആൾക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ റിക്വസ്റ്റാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തുകൂടെ. വളരെ ചെറിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അശുദ്ധി ബുദ്ധിമുട്ടുണ്ടായാൽ വീട്ടിൽ മറ്റാരെങ്കിലും കൊണ്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യിക്കാവുന്നേ ഉള്ളൂ. വളരെ പണച്ചെലവും കുറവാണ്. ഇതിനൊന്നും വലിയ സാമ്പത്തിക ചിലവുകളില്ലാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. അമ്മേ മഹാമായേ ദേവി സർവരെയും അനുഗ്രഹിക്കണേ. ഈ ഒരു വാർത്ത കേട്ട് ഉപ്പുദീപം തെളിയിക്കുന്ന ഏവരിലേക്കും അവർ ആഗ്രഹ പൂർത്തീകരണം സാധിച്ചു കൊടുക്കണേ. അമ്മേ മഹാമായേ.